മക്കൾസ്, നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ള കാടമുട്ട, കടുക്ക നിറച്ച്, എഗ്ഗ് മസാല ഇതൊക്കെ നിങ്ങൾ കഴിച്ചിരിക്കുന്നു. അതിൽ എഗ്ഗ് മസാലേന്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണത്. എന്നാ പിടിച്ചോളി. ആദ്യൊരു പാത്രം എടുക്കുക, അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളെ ഗ്രീൻ പീസ് ഇല്ലേ, നല്ല അടിപൊളി ഗ്രീൻ പീസ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പീസ് ഒരു 6-7 മണിക്കൂർ കുതിർന്നോട്ടെ കേട്ടോ. അതിനുശേഷം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും പീസ്. ഇതിനെ പിടിച്ച് നമ്മൾ കുക്കറിലേക്ക് ഇടണം. കുക്കറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിനകത്തേക്ക്. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് എത്രയാന്ന് വെച്ചാൽ അതിൽ ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ടതിന് ശേഷം കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓവർ കുക്കായി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. ഈ ഒരു പരുവത്തിന് വേണം ഇത് കിട്ടാൻ കേട്ടോ. ഉടഞ്ഞു പോയാൽ പിന്നെ നമ്മൾ കഞ്ഞി മസാല വെക്കേണ്ടി വരും കേട്ടോ. അതിലേക്ക് ഞാൻ 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സവാള 2 കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് എടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 6 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മളൊരു പാൻ എടുക്കുക. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് ഉപ്പിടുന്നത് കാണിക്കാൻ മറന്നുപോയതാണ്. നിങ്ങൾ എന്തായാലും ഉപ്പിലിടാൻ മറക്കണ്ട. കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ കരിവേപ്പില, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അതാ കരിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇട്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഈ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. നമ്മൾ പച്ചമുളക് ഇട്ടിക്കണല്ലോ, പിന്നെ കുരുമുളക് ആവശ്യത്തിന് നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വീണ്ടും വഴറ്റുക. നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഊറ്റി വെച്ചതാണ് കേട്ടോ. ഇത് ഇവിടെ ഊറ്റി വെക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രെയിൻ ചെയ്ത് വെച്ച് ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ പാകല്ലേ എന്ന് നോക്കിയിട്ട് കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഉപ്പായി പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ഉടച്ച് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 6 ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിമില്ലേ, അത് സിമ്മിലിടണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. ഈ എഗ്ഗ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് സെറ്റായിട്ട് വരാം കേട്ടോ. അത് വരെ നമ്മളൊന്ന് ക്ഷമയോടെ ഇത് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഏകദേശം ഇതൊക്കെ സെറ്റായി വന്നില്ലേ. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇപ്പൊ ഇത് കഴിക്കണമെങ്കിൽ കോഴിക്കോട് ബീച്ച് വരെ നമുക്ക് ഈ പെരുമഴയത്ത് പോകേണ്ട ആവശ്യമില്ല, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഒന്നെങ്കിൽ എഗ്ഗ് മസാല എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ഗ്രീൻ പീസ്. അതങ്ങനെ തന്നെ ഇതിന് പറയും കേട്ടോ. തട്ടുകടയിലെ ഗ്രീൻ പീസ് കഴിക്കാൻ പോയാലോ എന്നാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുക. പിന്നെ ഒരു കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി എഗ്ഗ് മസാല എന്നൊക്കെ പറഞ്ഞാണ്. ഇനി 2 പേരും പറയും. ഇനി ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് പച്ച ഉള്ളി ഇല്ലേ, നമ്മളെ സവോള, അത് കുറച്ചും കൂടി കുനുകുന അരിഞ്ഞിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് സെറ്റ് ആയിരിക്കുന്നു. അപ്പൊ ഞാൻ പോട്ടേറ്റാ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.